കല്യാണത്തിന് ഞാൻ പോയില്ല, എനിക്കൊന്ന് തിരക്കുണ്ട്, കല്യാണമൊക്കെ എന്നെ വിളിച്ചു തരുന്നു, എനിക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ നല്ല അടിപൊളി ജീവിതം എന്ന് പറഞ്ഞാൽ സാറ് റീൽസ് ഒക്കെ കണ്ടില്ലേ, അവര് നല്ല ലക്ഷറി. എങ്ങനെയാണ് അവര് തമ്മിൽ പരിചയമായെന്നുള്ള അറിയാമോ? ഞാൻ നിങ്ങൾക്ക് ഞെട്ടുന്ന നടുക്കുന്ന മറ്റൊരു വോയിസും കൂടി കേൾപ്പിച്ചു തരാം. ഓക്കെ എന്റെ പോയിന്റ് സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണുകയാണെങ്കിൽ ഹൈപ്പ് കൊടുക്കാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെല്ലാം ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമസ്കാരം, നിങ്ങളിപ്പോ ഫസ്റ്റ് കേട്ട ഓഡിയോ ഇന്നലെ ഞാൻ എന്റെ ചാനലിൽ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. ഈ മേഘ അഖിൽ NRDയുടെ വൈഫ് ഒളിച്ചോടിയ ഈ ഒരു കഥ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. മേഘ തിരിച്ച് വീട്ടിലെത്തിയ ശേഷം ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. അതൊരു ഇത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. മേഘ തിരിച്ചെത്തിയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് ഇട്ടതിന്റെ പുറകെ മുഖ്യധാര മാധ്യമങ്ങൾ, മനോരമ, മാതൃഭൂമി പോലെയുള്ള മീഡിയാസിന്റെ ഓൺലൈൻ എഡിഷനിലൊക്കെ ഇത് വന്നു. അതിന്റെ പേരിൽ ഇന്നലെ ജിനൂസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരാളെ വിളിച്ച് സംസാരിക്കുന്ന വീഡിയോ ഞാൻ ഇന്നലെ ഇട്ടിരുന്നല്ലോ. ആ സെയിം വ്യക്തി ഇന്ന് മറുനാടിനോട് സംസാരിക്കുന്ന ഒരു വോയിസ് ഉണ്ട്. അപ്പോൾ അയാൾ സംസാരിക്കുന്ന ചില കാര്യങ്ങളിൽ ഇന്നലെ സംസാരിച്ച കേസിൽ കമന്റ് ബോക്സ് എല്ലാം നോക്കുമ്പോൾ പരസ്പരം വൈരുദ്ധ്യമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എടുത്തു പറയണം. മാത്രമല്ല എന്റെ കഴിഞ്ഞ വീഡിയോയിലെ ഓഡിയോ കേട്ടവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. കാരണം ഇയാൾ അവരുടെ വീടുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അത്രക്കും അടുത്ത ഒരു വ്യക്തി ഇത്തരത്തിലുള്ള ഒരു വോയിസ് പുറത്തു വിടുന്നത് അത്ര നല്ല കാര്യമല്ല. അപ്പൊ ഇന്നത്തെ ഈ ഒരു ഓഡിയോയിൽ മനസ്സിലാവുന്നത് ഇയാളും മേഘയുടെ അച്ഛനും വളരെ ക്ലോസ് ആയിരുന്നു. മേഘയുടെ അച്ഛൻ മെൻസ് അസോസിയേഷന്റെ എന്തോ സെക്രട്ടറി എന്തോ ആയിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. ഈ ഒരൊറ്റ വിഷയത്തിൽ ഇവർ തെറ്റി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. തെറ്റാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേഘക്കും അവരുടെ വീട്ടുകാർക്കും ഈ ഒരു ബന്ധത്തിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ട് മാത്രം, അതായത് ഒളിച്ചോടി പോയി എന്നുള്ള പേര് അവിടെ കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പരിപാടി അവിടെ നടത്തി എന്നാണ് ഇയാളുടെ സംസാരത്തിൽ നിന്നും മനസ്സിലാവുന്നത്. എന്തായാലും ഈ വോയിസ് കംപ്ലീറ്റ് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. അതിനുശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. ജിമോനെ, ഈ അഖിൽ NRDയും മേഘയും തമ്മിലുള്ള പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ പല വാർത്തകളും കണ്ടെങ്കിലും പേഴ്സണൽ മാറ്റർ ആണല്ലോ എന്നോർത്ത് ഞാനങ്ങ് വിട്ടിരുന്നു. അപ്പം നമ്മൾ ഇതുവരെ അതിനെ കുറിച്ചൊരു വാർത്ത ചെയ്തില്ല ഇത്രയും കാലമായിട്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ അഖിലിനെ അറിയാമായിട്ട് ഞാൻ അത് വിട്ടുകളഞ്ഞിരുന്നു. ഇപ്പോ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. അവളുടെ വീട്ടിലേക്ക് ബസ് ഡ്രൈവറുടെ സഹായത്തോടെ പോയി എന്നും പറഞ്ഞാണ് ചില വാർത്തകൾ ഒടുവിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഈ മേഘയായിട്ടും അഖിലുമായിട്ടും ഒക്കെ, പ്രത്യേകിച്ച് മേഘയായിട്ടും നല്ല ബന്ധം ജീമോൻ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് ജീമോനെ സംഭവിച്ചത്? ജീമോൻ ഒന്ന് പറഞ്ഞു എങ്ങനെയാന്ന്. ഇത് ഞാന് ഈ മേഘയുടെ അച്ഛന്റെ ഒരു ഫ്രണ്ടാണ്. നേരത്തെ മുതൽ നല്ല ബന്ധമുണ്ട്. നേരത്തെ മുതൽ ഒരു 3 വർഷത്തോളമായി, 3-4 വർഷത്തോളമായി ഉള്ള ബന്ധമാണ്. അല്ല, അന്ന് ഈ മേഘ ബ്ലോഗർ ഒന്നും അറിയപ്പെടുന്ന ആളൊന്നും അല്ലല്ലോ. അല്ല, അറിയപ്പെടുന്നത് ഈ കല്യാണം കഴിഞ്ഞ് ഞാനുമായിട്ട് ബന്ധം തുടങ്ങിയ പിന്നെയാണ് കല്യാണമൊക്കെ മേഘയുടെ കഴിഞ്ഞത്. അത് കഴിഞ്ഞുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഈ കല്യാണത്തിന് ഞാൻ പോയില്ല, എനിക്കൊന്ന് തിരക്കുണ്ട്, കല്യാണമൊക്കെ എന്നെ വിളിച്ചു തരുന്നു, എനിക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ നല്ല അടിപൊളി ജീവിതം എന്ന് പറഞ്ഞാൽ സാറ് റീൽസ് ഒക്കെ കണ്ടില്ലേ, അവര് നല്ല ലക്ഷറി. എങ്ങനെയാണ് അവര് തമ്മിൽ പരിചയമായെന്നുള്ള അറിയാമോ? ഇവര് സ്നേഹിച്ച് കെട്ടിയതാ. ഈ അഖില് ഈ അച്ഛന്റെ വീടിന്റെ അടുത്തുള്ള നൂറനാട് അടുത്തടുത്തുള്ള. ഇതാ പറഞ്ഞത്, ഇവര് സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ്. പിന്നെ ഒരുമിച്ച് ജീവിച്ചപ്പോൾ എന്തോ പ്രശ്നം ഉണ്ടായി, പിന്നെ അതിൽ നിന്ന് ഊരാനുള്ള പരിപാടി എടുത്തു. അങ്ങനെ സ്നേഹിച്ച് കെട്ടിയതാ. അപ്പൊ സ്കൂളിൽ പോകുമ്പോഴുന്ന വഴിക്കൊക്കെ 9ാം ക്ലാസ് തൊട്ടുള്ള സ്നേഹമാണെന്നാ എനിക്ക് തോന്നുന്നത്. അങ്ങനെ സ്നേഹിച്ച് 7 വർഷത്തോളം ഏതാണ്ട് സ്നേഹിച്ച് കെട്ടിയതാ. 7 വർഷത്തോളം പ്രണയിച്ചിട്ട് പിന്നെ വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം പിന്നീട് മനസ്സിലാവുന്നു അതിൽ പ്രശ്നങ്ങളുണ്ടെന്ന്. എന്തൊക്കെ അവനെ കുറിച്ച് പറഞ്ഞിരുന്നത്, അതിനുശേഷം ഇങ്ങനെ ഒരു വഴിയെടുക്കുന്നു. ഓക്കെ, നമുക്ക് ബാക്കിയുടെ കേട്ടോക്കാം. എന്നിട്ട് ഈ പയ്യൻ കുഴപ്പക്കാരനാണോ? അതോ? പയ്യൻ കുഴപ്പക്കാരനൊന്നുമല്ല, പയ്യൻ ഡീസന്റ് ആള് തന്നെ, ഒരു കുഴപ്പമില്ല. അവനെ സംബന്ധിച്ചോളം സാറിന് അറിയാമല്ലോ, അത്യാവശ്യം ഇതാണ്. പക്ഷേ അവരുടെ വീട്ടിൽ എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നാണ് മേഘ എന്നോട് പറഞ്ഞത്. ഫാദറുമായിട്ടോ അമ്മയായിട്ടോ, അമ്മയും അച്ഛനും പറയുന്നത് കൂടുതൽ പയ്യനില്ല, അവര് പറയുന്നേ അനുസരിക്കുള്ളൂ, ഇവക്കൊരു സ്വാതന്ത്ര്യം കൊടുക്കുകയല്ല എന്നുള്ളതാണ് മേഘ പറയുന്നത്. ആൺകുട്ടികൾ കല്യാണം കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് അച്ഛനെയും അമ്മയെയും ഒഴിവാക്കേണ്ട ആവശ്യമില്ല. അവർക്ക് കൊടുക്കേണ്ട പ്രയോറിറ്റി നമ്മൾ അവർക്ക് കൊടുക്കണം. അതുപോലെ ഭാര്യയ്ക്ക് കൊടുക്കേണ്ട പ്രയോറിറ്റിയും കൊടുത്താൽ മതി. അവിടെ വന്നു കയറുന്ന കുട്ടികളുടെ പ്രയോറിറ്റി അവൻ കൊടുക്കണം. അതിനുള്ള ആ ഒരു മെച്യൂരിറ്റി അവൻ കാണിക്കണം. അതുപോലെ ആ പെൺകുട്ടിയും മനസ്സിലാക്കണം. ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ പോകണത്. ബാക്കിയുടെ കേൾക്കാം. അതുകൊണ്ട് അഖിലിനെ ഇവള് വേറെ താമസിക്കാൻ വിളിച്ചിട്ടും അഖില് പോയില്ല. പിന്നെ ഹോസ്റ്റലിൽ കൊണ്ടാക്കാന്നാണ് അഖിൽ ഇവളോട് പറഞ്ഞത്. പക്ഷെ ഈ വിവരം ഈ അച്ഛൻ വിളിക്കുമ്പോഴൊക്കെ പറയുന്നുണ്ട്, അച്ഛാ ഞാൻ അൺഹാപ്പിയാന്നൊക്കെ ഇവള് പറയുന്നുണ്ട്. പക്ഷെ ഇവരാരും അത് മുഖവിലേക്ക് എടുത്തില്ല. അങ്ങനെ ഇവള് കാണിച്ച തെറ്റാണ്. യഥാർത്ഥത്തിൽ ഇവള് ചെയ്യേണ്ടിയിരുന്നത് അച്ഛന്റെ അടുത്ത് വന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒന്നല്ലെങ്കിൽ ഡിവോഴ്സ് ആയിട്ട് ന്യായമായിട്ട് ബന്ധം ഒഴിയാം, അല്ലെങ്കിൽ ഈ പറയുന്ന പയ്യനെ കെട്ടാം. പക്ഷെ ഇവള് കാണിച്ച മണ്ടത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ വേറെ ഒരുത്തനെ പ്രേമിക്കുകയാണ് ഇവള് ചെയ്തത്.
അവരെ എങ്ങനെ പരിചയപ്പെട്ടെന്ന് നമുക്ക് അറിയത്തില്ല. അവള് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ്? അറിയാം. അഖില് പഠിക്കാൻ വിട്ടായിരുന്നു. ഡിഗ്രി എടുക്കാൻ വിട്ടായിരുന്നു. അതായത് മാസ്റ്റർ ഡിഗ്രി എടുക്കാൻ വിട്ടായിരുന്നു ഈ കുട്ടിയെ. അപ്പൊ ആ പോകുന്ന ഈ ബസ്സിലെ ഡ്രൈവറായിരുന്നു ഇവൻ ഡെയിലി ബേസിന് നമ്മുടെ എഡ്യൂക്കേഷനെ പോലെ ഡെയിലി പൈസ കിട്ടും KSRTC. അങ്ങനെയുള്ള ഇതില് ബസ് ഓടിക്കുകയായിരുന്നു. ഇവര് കണ്ടുള്ള പരിചയമാണ്. എന്നിട്ട് ഈ വീട്ടുകാരോട് പോലും ഈ ഇഷ്ടത്തിലായിട്ട് എത്ര കാലമായിട്ട്? കുറെ കാലമായിട്ട് ഇഷ്ടത്തിലാണോ? കുറെ കാലമായെന്നാ ഞാൻ അറിഞ്ഞ, അല്ലെങ്കിൽ ഇങ്ങനെ പോവല്ലോ. അഖിലിന് അറിയായിരുന്നോ? അഖിലിനെ അറിയില്ലായിരുന്നു. ഈ ബന്ധം അറിയില്ലായിരുന്നു. ഇത് പോയി കഴിഞ്ഞാണ് ഇവരെല്ലാം അറിയുന്നത്. എന്നാ എപ്പോഴാ ഒരു പെട്ടെന്ന് ഇറങ്ങി അങ്ങ് പോയി? പെട്ടെന്ന് ഇവൻ വന്ന് വണ്ടിയും കൊണ്ട് വന്ന് അതെല്ലാരും തൊട്ടടുത്ത വീട്ടിലെ CC ക്യാമറ ആണ് ലീക്കായത്. അഖില് കൊടുത്തതാണോ ഇനിയിപ്പോ അവര് കൊടുത്തതാണോ എന്നൊന്നും അറിയത്തില്ല. ഇവരോട് പറയുന്ന അഖില് പറഞ്ഞിട്ട് അവര് കൊടുത്തതാന്നൊക്കെയാ, ഇവിടെ അവരുടെ പേര് കേസ് കൊടുക്കാനിരിക്കാന്നൊക്കെയാ മേഘ പറയുന്നത്. എന്നിട്ട് ഈ മേഘ ഇവന്റെ കൂടെ പോയി താമസം തുടങ്ങി. അതെ. മേഘ താമസം തുടങ്ങി. പിന്നെ അവന്റെ ഒരു ചെറിയ വീടും അസൗകര്യമൊക്കെ ആയതുകൊണ്ട് മേഘയ്ക്ക് അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അച്ഛനെ വിളിച്ചു. കാര്യങ്ങൾ എനിക്ക് മനസ്സ് തുറന്ന് പറയണമെന്ന് പറഞ്ഞ അവിടെ ഉണ്ടായ പ്രശ്നങ്ങളാണ്. ഇതൊക്കെ നേരത്തെ ആകായിരുന്നു സാറേ. ഇത് സംബന്ധിച്ച് മേഘ ചെയ്തത് 100% തെറ്റാന്ന് മാത്രമേ ഉള്ളൂ. അല്ല, ഞാൻ ചോദിക്കുന്നത് മേഘയ്ക്ക് ഇപ്പൊ ഈ ബസ് ഡ്രൈവറുടെ കൂടെ താമസിക്കാൻ താല്പര്യമില്ല? എല്ലാ താല്പര്യമുണ്ട്. അവന്റെ കൂടെ തന്നെയാ അവന്റെ കൂടെ തന്നെയാണ്. പിന്നെ അവിടുന്ന് അതെ. അപ്പൊ അവിടെ സൗകര്യക്കുറവായോണ്ട് അച്ഛൻ അംഗീകരിച്ച് ഇവനെയും കെട്ടി സുഖമായിട്ട്. അവന് സാമ്പത്തികത്തിന്റെ കുറവുള്ളൂ, അച്ഛന് സാമ്പത്തികം ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് വേറെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ അവനെ ഇവിടെ കൊണ്ടുവന്ന് താമസിച്ച് അവര് ഹാപ്പി ആയിട്ട് ജീവിക്കാനുള്ള ഒരു ചുറ്റിക്കളിയാണ് മേഘ നടത്തിയത്. ഈ വേറെ ഒരു ഇതും കൂടെ ഉണ്ട്. ഈ നാണക്കേട് മൊത്തത്തിൽ നാണക്കേടായി പോയില്ലേ. അപ്പൊ മേഘ ഓർത്തു മേഘയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയുള്ള 2 ഫോട്ടോ ഇടുക, എന്നിട്ട് അച്ഛന്റെ വീട്ടിലോട്ടാണെന്ന് പറഞ്ഞ ആ നാണക്കേട് അങ്ങ് ഒഴിവാക്കുക. അതാണ് ഇവര് തീരുമാനിച്ചത്. പല മുഖ്യധാര മാധ്യമങ്ങളും ഓൺലൈൻ എഡിഷനിൽ റിപ്പോർട്ട് ചെയ്തത് വീട്ടിൽ തിരിച്ചെത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ സെയിം പോസ്റ്റ് റിമൂവ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് മനോരമ ഓൺലൈൻ എഡിഷനിൽ ഇപ്പൊ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ മേഘയുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്ത് നോക്കി. മേഘയുടെ പ്രൊഫൈൽ ഇപ്പോൾ ആ ഫോട്ടോസ് ഇല്ല. അച്ഛന്റെ വീട്ടിൽ തിരിച്ചെത്തി എന്ന് പറഞ്ഞ് ഇട്ട പോസ്റ്റ് മേഘ ഇപ്പൊ റിമൂവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മേഘ നായർ നടിച്ചു കഴിഞ്ഞാൽ മേഘയുടെ പ്രൊഫൈൽ കിട്ടും. അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ആ പോസ്റ്റ് കാണാൻ കഴിയില്ല. പക്ഷേ ഈ ബാക്കി കാര്യങ്ങളെല്ലാം ഈ വ്യക്തി പറഞ്ഞിട്ടാണ് ആൾക്കാർ അറിഞ്ഞത്. ഓക്കെ, നമുക്ക് ബാക്കിയുടെ കേട്ടോക്കാം. അങ്ങനെ മനോരമയിലും മാതൃഭൂമിയിലും പ്രമുഖ മാധ്യമങ്ങളിൽ വാർത്തയും കൊടുത്തു. ഇവര് കൊടുത്തതാണോ അതോ അവര് ചെയ്തതാണോ എന്ന് എനിക്കറിയില്ല. അതിന്റെ പുറത്ത് ഈ ജനങ്ങളെല്ലാം ഇവര് വിട്ടികളാക്കി. അതിലാണ് എനിക്ക് എതിർപ്പുണ്ടായത്. ഈ അച്ഛൻ ഇപ്പോഴത്തെ നിലപാട് എന്താണ്? മേഘയുടെ അച്ഛന്റെ നിലപാട്? അച്ഛൻ പറയുന്നത് എന്ത് ചെയ്യാനാ, ഇനിയിപ്പോ ഈ ബന്ധത്തിൽ സമ്മതിക്കാല്ലാതെ വേറെ നിവൃത്തിയില്ല. അച്ഛൻ പറഞ്ഞ ഈ പെണ്ണിന്റെ ഭ്രാന്താണ് അച്ഛന്, അത്ര സ്നേഹമാണ്. അതുകൊണ്ട് അംഗീകരിക്കാന്നുള്ള രീതിയിലാണ് അച്ഛൻ നിൽക്കുന്നത്. ഓക്കെ, അപ്പം അവളുടെ വീട്ടിലേക്ക് പോയതാണ് എന്ന് വരുത്തി തീർത്ത് ഇപ്പൊ ഉണ്ടാക്കിയ ഒളിച്ചോടിയുള്ള ഇമേജ് മാറ്റം എടുത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ. അങ്ങനെയുള്ള ഒരു കളിക്കാണ് ഇവള് ഇപ്പം അച്ഛന്റെ അടുത്ത് വന്നത്. ഈ അച്ഛന്റെ, അതായത് ഇവരുടെ വീട്ടുകാരുണ്ടല്ലോ, ഇപ്പൊ മേഘയുടെ വീട്ടുകാരുമായിട്ട് ജീമോൻ ഇപ്പോഴും ബന്ധവും കണക്ഷൻ ഉണ്ടോ? ഉണ്ട്. ഇന്നലെ വിളിച്ചിട്ട് എന്നോട് വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു. ഒരു വീഡിയോ ആര് പറഞ്ഞു? മേഘ പറഞ്ഞു എന്നോട്. ആ വോയിസ് ഞാൻ സാറിന് ഇട്ട് തന്നിട്ടുണ്ട്. സംസാരിച്ച വോയിസ് വേണമെങ്കിൽ അതും സത്യസന്ധമായിട്ട് ഞാൻ സംസാരിക്കുന്ന വോയിസ് സാറിന് ഇട്ടിട്ടുണ്ട് വാട്സപ്പില്. ഓക്കെ, എന്നിട്ട് എന്താണ് അവരുടെ അന്നേരം നിങ്ങൾ എന്ത് പറഞ്ഞു? പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ജീമോൻ ചേട്ടൻ അത് ശരിയായില്ല, ജീമോൻ ചേട്ടൻ കൊടുത്തതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എല്ലാത്തിനും നിങ്ങളെ ഈ ബന്ധങ്ങൾക്കും പോലീസ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ എന്റെ അച്ഛന്റെ കൂടെ നിന്ന ഒരാളാണ്. പക്ഷെ എന്നോടും കൂടെ ഈ ചതി വേണ്ടായിരുന്നു. ഇതൊരു മനുഷ്യരെയല്ല, ഞാൻ തക്കുള്ളവരെ പൊട്ടം കളിയല്ലേ നീ കാണിച്ചെന്ന് ചോദിച്ചു. അല്ല, അപ്പൊ മേഘയുടെ അച്ഛൻ ഇപ്പൊ എന്ത് പറയുന്നു? ഞാനുമായിട്ട് ഈ അച്ഛനും പിണങ്ങി, മോളും പിണങ്ങി. അച്ഛനും പിണങ്ങി, പിണക്കമായി പോയി. ഞാൻ അവരൊക്കെ പുള്ളി പറയുന്നത് ഇപ്പം മൊത്തം ജനസംസാരം എന്ന് പറഞ്ഞാൽ മോള് ഒളിച്ചു പോയിട്ടില്ല, എനിക്ക് മോളുടെ ഭാവി ജീവൻ തകർത്തുന്നത്. ഇത് ഞാൻ പറയാതെ തന്നെ ലോകം മൊത്തം അറിഞ്ഞല്ലേ സാറ്, ഞാൻ എങ്ങനെ ഭാവി തകർക്കുന്നത്? ഒളിച്ചു പോയെന്ന് ജീവൻ പറയണ്ടായിരുന്നെന്ന് വാർത്തയിലെല്ലാം ആർക്കും ഒന്നും അറിയത്തില്ലായിരുന്നു. ശരിയാണ് സാറേ, എല്ലാവരും അറിഞ്ഞിട്ടുള്ളത് സാറ് പറഞ്ഞിട്ടല്ല. ആർക്കും അറിയില്ലായിരുന്നു. രാത്രി നൈറ്റി എല്ലാം ഇട്ടുകൊണ്ട് 3 ബാഗും തൂക്കി പിടിച്ചുകൊണ്ട് പോകുന്നത് ആരും കണ്ടിട്ടില്ല. ബാക്കിയുടെ കേട്ടോക്കാം. പക്ഷെ ഇതിന്റെ പിന്നിൽ നിന്നവര് ഞാൻ അടക്കമുള്ളവരെ മാധ്യമ പ്രവർത്തകരെല്ലാം പൊട്ടന്മാരാക്കുകയാണ് അങ്ങനെ ചെയ്യുമ്പോ. അപ്പൊ ഞാൻ പറഞ്ഞു അത് ഒരിക്കലും പറ്റത്തില്ല. ഈ പോയതിനു ശേഷം ഈ മേഘ അഖിലിനെ വിളിച്ചിട്ടുണ്ടോ? വല്ലോ അറിയാവോ? അഖിലിനെ വിളിച്ചിട്ടില്ല. അഖിലുമായിട്ട് ഒരു ബന്ധമില്ല. ഇവരൊരു കരാർ ഇട്ട് വെച്ചിട്ടുണ്ട് പോലീസ് സ്റ്റേഷനില് അഖിലുമായിട്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വഴി അറിയില്ലെന്ന് പറഞ്ഞു. ഒരു മീഡിയയ്ക്കും
മുമ്പിൽ ഇവര് വോയിസ് കൊടുക്കുകയില്ലെന്ന് പറഞ്ഞ് ഒരു കരാറുണ്ട്. അതുകൊണ്ടാണ് മേഘയും അഖിലും നേരിട്ട് വന്ന് ഒന്നും പറയാത്തത്. ശരി ശരി, ഓക്കെ. അപ്പൊ ഇതാണ് അതിന്റെ പശ്ചാത്തലം. താങ്ക് യു. ഇത്രേ ഉള്ളൂ പ്രശ്നം. ശരി, താങ്ക് യു. ഞാൻ ഇത്രേ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇത്രേ ഉള്ളൂ മേഘയാകിലും തമ്മിലുള്ള പ്രശ്നം. ഞാൻ ഇന്നലെ ജീമോന്റെ ഒരു വോയിസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കേൾക്കാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിവിടെ ആഡ് ചെയ്തേക്കാം, അതുകൂടെ കേട്ട് നോക്കും. അപ്പൊ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് കേൾക്കാത്ത ആൾക്കാർ മസ്റ്റ് ആയിട്ട് കേൾക്കണം. നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പൊ ഞാൻ ഓഡിയോ ആഡ് ചെയ്ത് തരാം. നേരത്തെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഞാൻ ആ രാജ്യം നെടുങ്ങുന്ന ആദ്യം താങ്കളുടെ വീഡിയോ ആണ് ഞാൻ കാണുന്നത്, ഫസ്റ്റില് ഞാൻ കാണുന്നത്. ഞാൻ കൊച്ചിയിലായിരുന്നു. അപ്പം ഈ വീഡിയോ കണ്ട ഉടനെ ഇതിന്റെ ഒരു തലക്കെട്ടൊക്കെ എനിക്കൊരു കൗതുകമായിട്ട് തോന്നി. രാജ്യം എന്നൊക്കെ പറഞ്ഞ ഭയങ്കര തമ്പുലൈനൊക്കെ ഭീകരമായിരുന്നു. ആ വീഡിയോ അത്ര ഓടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. തലക്കെട്ടും അവതരണ ശൈലിയൊക്കെ പൊളിച്ചു എന്തായാലും. അപ്പൊ ഈ സംഭവത്തില് ഈ രാത്രി ഒരു 12:30 ആയപ്പോഴാണ് എന്നെ അദ്ദേഹം വിളിക്കുന്നത്, ഈ കുട്ടിയുടെ പിതാവ് വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് പത്മകുമാർ എന്നാണ്. അതായത് ഒറിജിനൽ പിതാവ്, രണ്ടാമത്തെ അല്ലേ? അതായത് ആദ്യത്തെ അച്ഛൻ. ഈ കൊച്ചിന് 2 അച്ഛന്മാരാണ്, അറിയാമല്ലോ. ഒരു അഡ്വക്കേറ്റ് ഷാജി നൂറനാട്, കോൺഗ്രസ് പാർട്ടിയുടെ ആലപ്പുഴ ജനറൽ സെക്രട്ടറി ഒക്കെ അയാള്. ഓ ശരി. കോൺഗ്രസ് പാർട്ടിയുടെ അത് ചെറിയൊരു നേതാവാണ് അവിടത്തെ. അപ്പം അമ്മ ലത എന്നാണ് പേര്, അമ്മയുടെ പേര്. അപ്പൊ ഇവര് ഡിവോഴ്സ് ആയതാണ്. ഫസ്റ്റില് ഇവര് തമ്മിൽ പൊരുത്തപ്പെ ഒളിച്ചോടിയതല്ല. അതായത് പത്മകുമാർ ഈ കൊച്ചിന്റെ അമ്മയും കൂടെ ജീവിക്കുമ്പോ അവരെ ഒളിച്ചോടിയതല്ല. പക്ഷെ പല ചാനലുകളും ഒളിച്ചോടിയതായിട്ടാ വന്നത്. ഒളിച്ചോടിയതല്ല, ഇവര് മ്യൂച്വൽ ഡിവോഴ്സ് ചെയ്തതാണ്. അങ്ങനെയാണ് ഷാജിയെ കെട്ടുന്നവര്. പിന്നെ ഈ കുട്ടി അവരുടെ കൂടെയാണ് വളർന്നതൊക്കെ, ഈ രണ്ടാനച്ഛന്റെ കീഴിൽ. പിന്നെ അവിടുന്ന് എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാക്കി ഒന്നാനച്ഛന്റെ വീട്ടിൽ വന്ന് കൊച്ചിന് കുറച്ച് കാര്യങ്ങളൊക്കെ വിഷമമൊക്കെ ആയിട്ട് പുള്ളിയുടെ കൂടെയും നിന്നിട്ടുണ്ട്. കൂടുതലും ഭൂരിഭാഗം നിന്ന ലതയുടെ കൂടെയാണ്. ഇത് ഒന്നാമത്തെ അച്ഛൻ ആള് ഒരു ശുദ്ധനാണ്. ആള് ഭയങ്കര ഒരു പിതാവിനും ഇല്ലാത്ത സ്നേഹമാണ് ഈ മോളോട്. അങ്ങനെയാണ് കൊഞ്ചിച്ച് വളർത്തിയത്. കാശുമുണ്ട്, അത്യാവശ്യം നല്ല പണവും ഉണ്ട്. പുള്ളിയുടെ ലീഗൽ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് ഞാനാ. അങ്ങനെയാണ് ഞാനുമായിട്ടുള്ള പുള്ളിയുടെ ബന്ധം. പുള്ളിക്ക് ഒരുപാട് സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പുള്ളിയുടെ ലീഗലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഞാനാ, ഈ പത്മകുമാറിന്റെ. ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോ ഞാനും പുള്ളിയും തമ്മിൽ നല്ല പോലെ പുള്ളി ഹോസ്പിറ്റലിൽ, പുള്ളിക്ക് തലവേദനയും പനിയും ഒക്കെ കൂടിയിട്ട് തിരുവല്ല ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടാക്കിയത് ഞാനാണ്. അതുപോലെ ഈ കുട്ടിയെ എത്രയും പെട്ടെന്ന് പിടിപ്പിക്കാൻ വേണ്ടി രമേശ് ചെന്നിത്തലയെ ബന്ധപ്പെട്ട് ഉറങ്ങിക്കിടന്ന സ്ത്രീയെ ഉണർത്തി 2 മണിക്കൂറിനുള്ളിൽ പിടിച്ച് ഇവനെയും അവളെയും കൂടെ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുവച്ചത് ഞാനാണ്. എന്നിട്ട് ഞാനും പത്മകുമാറും കൂടെ ഈ കുട്ടിയുടെ അച്ഛനും കൂടെ സ്റ്റേഷനിൽ പോയി. അപ്പൊ ഈ പയ്യനുണ്ട്, ഈ പയ്യനോട് ഈ കൊച്ചിന്റെ അമ്മയും രണ്ടാനച്ഛനും സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഒരു കാരണവശാലും ഇവൻ ബില്ലിംഗ് അല്ല. അപ്പൊ ഈ പത്മകുമാറിനോട് സംസാരിക്കാൻ പറഞ്ഞു. അതിനിപ്പുറം കോടതിയിൽ നിന്ന് വിളിച്ചു. അങ്ങനെ ഈ കുട്ടിയുമായിട്ട് ഞങ്ങൾ കോടതിയിൽ പോയപ്പോൾ കോടതിയിൽ ജഡ്ജി ചോദിച്ചു ആരുടെ കൂടെ പോകാനാ താല്പര്യം എന്ന് ചോദിച്ചപ്പോ അവന്റെ കൂടെ പോകാനാന്ന് പറഞ്ഞു. അനൂപിന്റെ. അങ്ങനെ അതൊക്കെ അറിയാമല്ലോ, അതൊക്കെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാ. അത് കഴിഞ്ഞിട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോ ഈ കുട്ടി പറഞ്ഞ അച്ഛാ ഞാൻ അച്ഛന്റെ അടുത്തോട്ട് വരികയാണ്, എനിക്ക് അച്ഛനെ കാണണം, എനിക്ക് കുറെ കാര്യങ്ങള്. പക്ഷെ ഈ കുട്ടി 1 വർഷം മുമ്പ് തൊട്ട് ഇവരോട് എല്ലാവരോടും പറയുന്നുണ്ട് ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളാണ്, എനിക്ക് സംസാരിക്കണം, ഞാൻ അൺഹാപ്പിയാണ് ഒത്തിരി പ്രാവശ്യം പറയുന്നുണ്ട്. അത് ഈ പത്മകുമാറും എന്നോട് പറയുന്നുണ്ട്. അപ്പൊ ഇവർക്കെല്ലാം ഒരു നാണക്കേട്, കല്യാണം കഴിഞ്ഞ് ഇത്ര ആയതല്ലേ ഉള്ളൂ, സാധാരണ ചട്ടയും കലമാകുമ്പം തട്ടിമുട്ടിയും നോക്കി ഇരിക്കും, അത് ക്ലിയർ ആയിക്കോളൂ എന്നുള്ള ഇത്ര സീരിയസ് ആണെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പോഴാണ് ഈ അജിത്തിന്റെ അഖിലിന്റെ അച്ഛനുമായിട്ടുള്ള ഒരു വിഷയങ്ങളൊക്കെ ഈ കുട്ടി പറയുന്നു. അങ്ങനെ ഒരു പ്രോബ്ലം അവരുടെ വീട്ടില് ആ കുട്ടിക്ക് ഒട്ടും നിൽക്കാൻ വയ്യാത്ത ഒരു അവസ്ഥ വരികയും ഒക്കെ ചെയ്യുമ്പോ അങ്ങനെ ബസ്സിൽ പോകുമ്പോ ഇവനുമായിട്ട് കമ്പനിയാവുകയും അവനുള്ള ഒരു സുരക്ഷിതത്വം കണ്ട് അവൾ ഇറങ്ങിപ്പോകുന്നു. അതായത് ഈ പയ്യൻ അനൂപ് എന്ന് പറയുന്നവൻ അവിടെ റൂട്ടിൽ ബസ് ഓടിച്ചോണ്ടിരുന്നതാണോ? അതെ, അവിടെ ഈ കുട്ടി പഠിക്കാൻ പോകുന്ന അവരുടെ ബസ്സിലായിരുന്നു, ഇവന്റെ ബസ്സിലായിരുന്നു. അവൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ? ഇല്ല, അവൻ കല്യാണം കഴിച്ചിട്ടില്ല. അവനൊരു പ്രേമം ഉണ്ടായിരുന്നു, അത് ഇതായി പോയി, ബ്രേക്കപ്പ് ആയി പോയി. അതിന്റെ നിരാശയൊക്കെ ഇരിക്കുമ്പോഴാണ് ഇവളുമായിട്ട് സ്നേഹമായത്. അങ്ങനെ അനൂപിന് അച്ഛൻ മരിച്ചു പോയ ഒരു അമ്മയും ഒരു അനിയനും മാത്രമേ ഉള്ളൂ. അനൂപിന് ഒരു ചെറിയൊരു വീടാണ്, അത്യാവശ്യം ചെറിയ ഒരു 10-50 സെന്റ് സ്ഥലമുണ്ട്. ഗവൺമെന്റ് ജോലിയൊന്നുമില്ല. 750 രൂപയുടെ ഡെയിലി ബേസിനാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് അനൂപ്.
ആണല്ലേ? ജോലി കിട്ടിയെന്ന് അങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയായിരുന്നു? കിട്ടിയിട്ടില്ല, താൽക്കാലിക ജോലിയാണ്. എംപ്ലോയർ എന്തോ ഒരു വകുപ്പുണ്ടല്ലോ, ഡെയിലി അന്നന്ന് പോകുന്ന അന്നന്ന് കാശ് കിട്ടും. ഓ, അത് KSRTC-യിലാണെങ്കിലും ടെമ്പററിയാ. യദുകൃഷ്ണന്റെ ജോലി, യദുകൃഷ്ണൻ ഇല്ലേ വിവാദ നായിക, അതെ അതെ അതെ. മേഡമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയേക്കുന്ന പുള്ളി, അദ്ദേഹത്തിന്റെ അവസ്ഥ തന്നെ. അദ്ദേഹത്തിന്റെ പോലെ ഡെയിലി വേസിന് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ കുട്ടിയായിട്ട് സ്നേഹത്തിലാവുന്നതും ഇവരങ്ങനെ രാത്രിക്ക് അങ്ങ് പോകുന്നതൊക്കെ. അതിനുശേഷം 4 ദിവസമേ അവന്റെ കൂടെ കഴിഞ്ഞോളൂ. കുറച്ച് 3-4 ദിവസം കഴിഞ്ഞു. തോന്നുന്നു 4 ദിവസം. 4ാമത്തെ 5ാമത്തെ ദിവസം കുട്ടി വിളിച്ചു പറഞ്ഞു വേറെ ജീവിതം അടുത്തിട്ടൊന്നുമില്ല. അവനോട് അനുവാദം മേടിച്ചിട്ട് തന്നെ പുള്ളി കുട്ടിയെ വീട്ടിൽ കൊണ്ടു നിർത്തിയിരിക്കുന്നത്. കാര്യങ്ങളൊക്കെ പറയാനായിട്ട്, അച്ഛനോട് ഉണ്ടായ സംഭവങ്ങളൊക്കെ വിവരിക്കാനായിട്ട് ആ കുട്ടി വന്നത്. തിരിച്ചു പോകുന്നു തോന്നുന്നു, എനിക്കറിയില്ല. അതായത് അനൂപുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചിട്ടില്ല? ഇല്ല, അനൂപുമായിട്ട് ഇപ്പം ബന്ധമുണ്ട്. ഡിവോഴ്സ്, അഖിലുമായിട്ടുള്ള ഡിവോഴ്സിൽ നിന്ന് വക്കീല് വരും. വക്കീല് വന്ന് മ്യൂച്വൽ ഡിവോഴ്സ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓ ശരി. അതുകൊണ്ട് ഡിവോഴ്സ് കഴിഞ്ഞിട്ട് ഇവനുമായിട്ട് കല്യാണം നടത്തി കൊടുക്കോ ഇല്ലോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ആ കുട്ടിക്ക് താല്പര്യമാണെന്നാ പറഞ്ഞിരിക്കുന്നത്. ആ കുട്ടി അവനെ വിട്ടു പോകുകയല്ലെന്നാ ഞാൻ അറിഞ്ഞത്. മനോരമയിലൊക്കെ ന്യൂസ് വന്നിട്ടുണ്ട് ഇപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അതെ, അതെന്ത് വാർത്തയാണ് വന്നിരിക്കുന്നത്? അതായത് കുട്ടി അച്ഛന്റെ വീട്ടിലാണ്, ഒളിച്ചോടിയിട്ടില്ല എന്നുള്ള തരത്തിലാണ് കുട്ടി. ഒളിച്ചോടിയത് സത്യം തന്നെ, ഒളിച്ചോടിയത് സത്യം തന്നെ. അത് കുട്ടിയുടെ അച്ഛന്റെ വീട്ടിൽ ഇപ്പോഴാണ് ഒരു 3-4 ദിവസത്തിന് ശേഷം അനൂപുമായിട്ടുള്ള ബന്ധം ഇപ്പോഴും തുടരുന്നുണ്ട്. അനൂപ് ഉപേക്ഷിച്ചിട്ടില്ല. അനുവിന്റെ കൂടെ തന്നെയാണ് കുട്ടി. അനുവിന്റെ അനുവാദത്തോടു കൂടിയാണ് അച്ഛന്റെ വീട്ടിൽ വന്നേക്കുന്നത്. ഞാൻ അവരുടെ അത്ര ഫാമിലി ഫ്രണ്ട് ആന്നേ. ഈ പുള്ളി ഞാനും ചങ്ക് ബന്ധമാണ്. അതുകൊണ്ടാണ് എനിക്കെല്ലാ വിവരം അറിയാവുന്നത്. ഈ കുട്ടി ഇന്നലെ 1 മണിക്കൂറോളം എന്നോട് സംസാരിച്ചല്ലോ. കാര്യങ്ങളൊക്കെ ഇത്ര സീരിയസ് ആണ്. ആ കുട്ടിയുടെ ഭാഗത്തും ചെറിയ ന്യായമൊക്കെ ഉണ്ട്. ചെറിയ ന്യായമല്ല. അഖില്, ഞാൻ ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടോ, ഈ കുട്ടി ഇത്രയും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അഖിൽ ഇവർക്കെതിരെ തിരിയുന്നില്ല? അതേസമയം അഖിൽ എന്തുകൊണ്ട് അവളെ പോലീസ് സ്റ്റേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തേജോവധം ചെയ്യലെന്ന് എഴുതി വെപ്പിച്ചു? അത് കാരണം അഖിലിന്റെ പല രഹസ്യങ്ങളും, അഖിലിന്റെ അച്ഛന്റെ പല രഹസ്യങ്ങളും ഇവിടെ പുറത്ത് പറയും. തെളിവ് സഹിതം പുറത്തു വിടുന്നു. അഖിലിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അങ്ങനെ ഒരു അഗ്രിമെന്റ് വെച്ചിരിക്കുന്നത്. ഇതിനെല്ലാം തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ വീട്ടിൽ അച്ഛൻ കുട്ടിയാണ് അഖില്. അച്ഛൻ പറയുന്നതിന്റെ അപ്പുറം അഖില് അച്ഛനെ കണ്ട ഉടനെ എഴുന്നേക്കും. അത്ര പേടിയാണ് അച്ഛന്. ഭക്ഷണം കഴിക്കുകയാണെങ്കിലും അവർക്ക് ഒരു ഫ്രീഡവും ഇല്ലെന്നാണ് ഈ കുട്ടി പറയുന്നത്. അച്ഛനാണ് അങ്ങനത്തെ സ്വഭാവം. അഖിലിനോട് പറഞ്ഞിട്ട് അഖിൽ അത് ഒന്ന് ചോദ്യം ചെയ്യുക പോലും ചെയ്തില്ല എന്നുള്ളതാണ് ഈ കുട്ടിയുടെ ദുഃഖം. ഓ അത് ശരിയാ. അതാണ് മെയിൻ വിഷയം. അവർക്കിടെ പ്രശ്നം ഉണ്ടായി. ഈ കുട്ടിയുടെ അച്ഛന് ഈ കുട്ടിയോട് ഇത്ര പക ഉണ്ടാകാൻ കാരണം അത് കണ്ടുപിടിച്ചതാണ്. വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ പറഞ്ഞല്ലേ? മെയിൻ വില്ലൻ അച്ഛനാണ്. അഖിലിന്റെ അച്ഛനാണ് മെയിൻ വില്ലൻ. വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ പറഞ്ഞല്ലേ? വീട്ടിൽ നിന്ന് താമസിക്കാൻ അഖില് പറഞ്ഞു ഹോസ്റ്റലിലുള്ളൂ, നിന്നെ വേണമെങ്കിൽ ഹോസ്റ്റലിൽ വിട്ടേക്കാം, ഞാൻ വരുന്നില്ല, എന്റെ അച്ഛനും അമ്മയും വിട്ട് ഞാൻ വരികയെന്ന്. അത് ന്യായം. ഒരു മകനെ അങ്ങനെ വിളിച്ച ചില മക്കൾ അച്ഛനോടും അമ്മയോടും സ്നേഹമുള്ളവർ പോവുകയില്ല. പക്ഷെ ഇങ്ങനെ ഒരു പ്രശ്നവും വന്ന് ഇവർക്ക് അവിടെ ജീവിക്കാൻ മേലാത്ത രീതിയിൽ വന്നപ്പോഴാണ് ഇവള് വേറെ താമസിക്കാന്ന് പറഞ്ഞത്. അത് അഖില് നിരസിച്ചു. അതാണ് വിഷയം. അപ്പം നിലവില് അച്ഛന്റെ വീട്ടിലാണുള്ളത്, സ്വന്തം അച്ഛന്റെ വീട്ടിലാണ് അവളെ ഉള്ളത് ഒറ്റയ്ക്ക്. അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ അച്ഛൻ അവളെ ഏറ്റെടുത്തിരിക്കുകയാണ്. പക്ഷെ അനൂപിന്റെ കേസിൽ ആ പയ്യനെ അച്ഛൻ അംഗീകരിച്ചിട്ടില്ല ഇതുവരെയായിട്ട്. ഒളിച്ചു കൊണ്ടുപോയ പയ്യനെ അംഗീകരിച്ചിട്ടില്ലെങ്കിലും അവനെ അംഗീകരിച്ചിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞത് ഇതുവരെ. അയാൾക്ക് അംഗീകരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ്. കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് അംഗീകരിക്കുമായിരിക്കും. അതായത് കൊണ്ടുപോയ പയ്യനെ അച്ഛന് താല്പര്യമില്ല. അച്ഛന് താല്പര്യമില്ലെന്നല്ല, അച്ഛന് ഏതൊരു അച്ഛനായാലും കുറച്ച് ഇത് വരുമല്ലോ. അങ്ങനെ ഒരു ഇത് പുള്ളി അംഗീകരിക്കുകയോ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അവനെ. പുള്ളി ഒറ്റയ്ക്കാണ് ഇപ്പം. ഈ മേഘ ഒറ്റയ്ക്കാണ് പുള്ളിയുടെ. അതല്ല ചേട്ടാ, നമ്മുടെ ഈ പിന്നെ ഇദ്ദേഹത്തിന്റെ ഫാദർ, മേഘയുടെ ഫാദർ ഒറ്റയ്ക്കാണോ? മേഘയുടെ ഫാദർ ഒറ്റയ്ക്കല്ല, അമ്മയുണ്ട്, മേഘയുടെ അപ്പൂപ്പനുണ്ട്, 2 ജോലിക്ക് ഒരു ബന്ധുവുണ്ട്, പിന്നെ 2-3 ജോലിക്കാരുണ്ട്. ഒരു ഹൈ ഫാമിലിയാ. ഇല്ലം ഫാമിലിയാണ്. അവിടുത്തെ ഒരു പുരാതനമായ ഒരു 4 കെട്ട് വീടും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ള ഒരു സെറ്റപ്പാണ്. ഒരു 4-5 ഏക്കർ സ്ഥലത്തിന്റെ അകത്താണ് ഈ വീട് ഇരിക്കുന്നത്. ഇടനാട്. നല്ല സാമ്പത്തികമുള്ളവരാ. നല്ല സാമ്പത്തികം എന്ന് പറഞ്ഞാൽ കോടികളുടെ ആസ്തിയുള്ള. എനിക്ക് അറിയാമല്ലോ, ഞാൻ അവിടെ പോയി ഒരാഴ്ചയൊക്കെ താമസിക്കുന്ന പുള്ളിയുടെ കൂടെ. ശരിയാ. എന്നെ ഭയങ്കര കാര്യമാണ് പുള്ളിക്ക്. എന്ത് കാര്യം ഉണ്ടായാലും പുള്ളി ആദ്യം വിളിച്ച് പറഞ്ഞു എന്നോടാ എന്റെ മോള് പോയെന്നും അവരെ പിടിച്ചു കൊടുക്കണമെന്നും ഒക്കെ ആവശ്യം. അന്ന് രാത്രി തന്നെ ഞാൻ വണ്ടി എടുത്ത് പുള്ളിയുടെ അടുത്ത് പോയി. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ 2 സ്റ്റേഷനിൽ പോയത് ഈ പയ്യനുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. കാര്യം ഉണ്ടായില്ല.
ഓക്കെ എന്റെ പൊന്നു സുഹൃത്തുക്കളെ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ വിഷയത്തിൽ എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം. ഓക്കെ എന്റെ പൊന്നു സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണുകയാണെങ്കിൽ ഹൈപ്പ് കൊടുക്കാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെല്ലാം ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ഞാൻ ഈ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ബൈ.